ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ കിറ്റ്കാറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേക്കിൽ ഒട്ടും തന്നെ വിപ്പിംഗ് ക്രീം ചേർക്കാതെയാണ് ഞാൻ ഈ കിറ്റ്കാറ്റ് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കിറ്റ്കാറ്റ് കേക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 3/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ 1/2 കിലോ കിറ്റ്കാറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 3/4 കപ്പ് മൈദ, പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് ആദ്യമേ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഈ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കിറ്റ്കാറ്റ് കേക്ക് തയ്യാറാക്കാനായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഒരു 3 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ, ഡാർക്ക് കൊക്കോ പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 1/2 കിലോ കേക്കിന് ശരിക്കും 1/2 കപ്പ് മൈദമാവാണ് നമ്മൾ എടുക്കാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് 3/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കാം. എന്നിട്ട് ഇതൊന്ന് ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാര്യം കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ഒക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡായി കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തതിന് ശേഷം ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വാനില എസൻസ് ആദ്യമേ തന്നെ ചേർക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു പാകത്തിന് വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പതഞ്ഞ് വരുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. അപ്പോൾ ഞാൻ 3/4 കപ്പ് മൈദ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതേ അളവിൽ വേണം പഞ്ചസാര പൊടി എടുക്കാനായിട്ട്. അപ്പോൾ പഞ്ചസാര പൊടിച്ചതിന് ശേഷം 3/4 കപ്പിൽ അളന്നെടുക്കുക. എന്നിട്ട് അത് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് ഈ പഞ്ചസാര പൊടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയും വാനില എസൻസും ഒന്ന് നന്നായിട്ട് പതഞ്ഞ് വന്നതിന് ശേഷം വേണം പഞ്ചസാരപ്പൊടി ഇതിലേക്ക് ചേർക്കാനായിട്ട്. അതൊരു 3 തവണയായിട്ട് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിന്നെ അധികം സമയം ബീറ്റ് ചെയ്യരുത്. ലോ സ്പീഡിലിട്ടിട്ട് ഒരു 30 സെക്കൻഡോളം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് നേരം പിന്നെ ബീറ്റ് ചെയ്യരുത്. ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചുള്ളത് കൊണ്ട് തന്നെ മുഴുവനായിട്ട് 3/4 കപ്പ് മൈദ മിക്സ് ചെയ്തെടുത്തതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചെറു ചൂടുള്ള പാലും കൂടെ ചേർത്ത് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റർ കൊണ്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആദ്യമേ ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ സ്പീഡിൽ ബീറ്റർ ഓണാക്കിയിട്ട് ഒന്ന് റൺ ചെയ്തെടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കൊക്കോ പൗഡർ എല്ലാ ഭാഗത്തേക്കും ശരിക്കും സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയാണ്. കാര്യം നമ്മൾ ചോക്ലേറ്റ് കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കൊക്കോ പൗഡർ മിക്സ് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ ശരിക്കും മിക്സായി കിട്ടില്ല. നമ്മൾ സ്പാച്ചില കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ ഒന്ന് ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്തെടുത്തത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് സ്പാച്ചില കൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. പിന്നെ ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ലോ സ്പീഡിൽ 1 മിനിറ്റ് ഒന്ന് റൺ ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു പാകത്തിന് ബാറ്റർ തയ്യാറാക്കിയെടുത്തതിന് ശേഷം ഹാഫ് കിലോയുടെ മൗൾഡിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൗൾഡിൽ ഞാൻ നേരത്തെ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 6 ഇഞ്ചിൻ്റെ മൗൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഞാൻ നേരത്തെ തന്നെ ഇതേപോലെ ബിരിയാണി പോട്ട് ഹീറ്റ് ചെയ്യാൻ വേണ്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള പോട്ടിലേക്ക്, ബിരിയാണി പോട്ടിലേക്ക് ഈ മൗൾഡ് ഇറക്കി വെക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് വരെ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് കോമ്പൗണ്ട് ചോക്ലേറ്റ്, ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിതിൽ വിപ്പിംഗ് ക്രീം ഇല്ലാതെയാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഗനാഷ് തയ്യാറാക്കാൻ വേണ്ടി ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഒരു
പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ഒന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ഈ ബൗൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ ചോക്ലേറ്റും ഫ്രഷ് ക്രീമും മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മുടെ ഗനാഷെ തയ്യാറാക്കി എടുക്കുക. എന്നിട്ടിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ട്. ഞാനിത് 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കേക്ക് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ 3 സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ചൂട് മാറണം, അതേപോലെ ഗനാഷയുടെയും ചൂട് ആറിയതിന് ശേഷം വേണം നമ്മളിനി കേക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഗനാഷ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ബോർഡിന് നടുവിലേക്ക് കുറച്ച് ഗനാഷ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് കേക്കിൻ്റെ ഫസ്റ്റ് സ്ലൈസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറച്ച് ഷുഗർ സിറപ്പ് ഇട്ട് അതൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പിൻ്റെ അളവ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം എന്ന അളവിൽ ഷുഗറും വെള്ളവും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്ത് വെച്ചത് എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് ഒരു പാലറ്റ് നൈഫ് കൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിപ്പിംഗ് ക്രീം ചേർത്തില്ലെങ്കിലും ഈ ചോക്ലേറ്റ് കേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ്, കിറ്റ്കാറ്റ് കേക്കാണിത്. കാര്യം ഇതിൽ ഫുള്ള് നമ്മൾ ചോക്ലേറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വിപ്പിംഗ് ക്രീം ചേർക്കാതെ ഗനാഷയൊക്കെ ഫുള്ള് ചോക്ലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ കിറ്റ്കാറ്റ് കേക്കിന്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് നമുക്കിനി കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി അതിന് മുകളിലേക്ക് വീണ്ടും കേക്കിൻ്റെ അടുത്ത സ്ലൈസ് വെച്ച് കൊടുക്കാം. വീണ്ടും ഷുഗർ സിറപ്പ് ഇട്ട് വെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും ഗനാഷയും ചോക്ലേറ്റ് ചിപ്സും കൂടി ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചോക്ലേറ്റ് സ്പോഞ്ചും അതേപോലെ ചോക്ലേറ്റ് ഗനാഷയും നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ കേക്ക് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ഷുഗർ സിറപ്പ് ആണെങ്കിലും ഒട്ടും തന്നെ ഷുഗർ സിറപ്പിലും ചൂട് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഷുഗർ സിറപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഷുഗർ സിറപ്പ് റെഡിയാക്കുന്നത് കാണിക്കാത്തത്. അപ്പോൾ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ചോക്ലേറ്റ് ചിപ്സ് എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് കേക്ക് സ്ലൈസും കൂടെ അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം കൊണ്ട് ക്രം കോട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഫുള്ളായിട്ട് നമുക്ക് ഈ ഗനാഷ കൊണ്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് മുഴുവനായിട്ട് ഈ കേക്കിൽ എല്ലാ ഭാഗത്തേക്കും സൈഡ്സിലും മുകളിലും ഒക്കെ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫുള്ള് ഈ ചോക്ലേറ്റ് കൊണ്ട് കേക്ക് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കേക്ക് ഫുള്ളായിട്ട് ചോക്ലേറ്റ് കൊണ്ട് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ്സിലേക്ക് നമുക്ക് കിറ്റ്കാറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കിറ്റ്കാറ്റ് ഞാൻ ഇതേപോലത്തെ പാക്കിൽ 2 പാക്കറ്റ് കിറ്റ്കാറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ സൈഡിലേക്ക് ഈ കിറ്റ്കാറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഗനാഷ് സെറ്റ് ആവുന്നതിന് മുമ്പേ തന്നെ വെക്കുകയാണെങ്കിൽ ശരിക്കും ഫിക്സായിട്ട് ഇരുന്നോളും. അപ്പോൾ ഗനാഷ് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ചോക്ലേറ്റ് ഇതേപോലെ കിറ്റ്കാറ്റ് ഇതേപോലെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡ്സിലും ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ 2 പാക്കറ്റ് കിറ്റ്കാറ്റും വാങ്ങിച്ചായിരുന്നു. പിന്നെ ഒരു 3-4 പീസ് കിറ്റ്കാറ്റും കൂടെ എനിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇത് ഫുള്ള് കവർ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കിറ്റ്കാറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു റിബൺ കൊണ്ട് ഇതൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം. ഒരു ഭംഗിയും കിട്ടും. അതേപോലെ കിറ്റ്കാറ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ ഫിക്സ് ആയിട്ട് ഇരിക്കാനും കൂടെ വേണ്ടിയാണ് ഇതേപോലെ റിബൺ കെട്ടി വെക്കുന്നത്. ഇനി അതിന് നടുഭാഗത്തായിട്ട് കുറച്ച് ജെംസും കൂടെ ഇട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പല കളറിലെ ജെംസ് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുക.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിറ്റ്കാറ്റ് കേക്ക് റെസിപ്പിയാണ്. ഒട്ടും തന്നെ വിപ്പിംഗ് ക്രീം ഇല്ലാതെയും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാതെയുമാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഇതിനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാനായിട്ട്. കാര്യം നമ്മൾ ഗനാശ ഒഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടില്ല. അപ്പോൾ ഒരു അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്നൂടെ ക്ലിക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.